ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ അപ്ഡേറ്റ് നമുക്ക് നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്ട്രീമിലുള്ള ചില കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ CPAS കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ CPASലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ആസ്പദമാക്കുന്ന ഓവറോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ CPASനകത്ത് നമുക്ക് പ്രധാനമായിട്ടും നഴ്സിംഗ് കോഴ്സുകൾ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ MLT, മെഡിക്കൽ മൈക്രോബയോളജി, BSc മെഡിക്കൽ മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി കോഴ്സ് ഉണ്ട്, BPharm കോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് CPAS വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. SME ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ കോളേജ്, അത് ശരി ഗവൺമെൻറ് സെൽഫ് എയ്ഡഡ് ഗ്രൂപ്പിൽ വരുന്ന ഒരു കോളേജാണ്. അപ്പോൾ നമ്മൾ സെമി ഗവൺമെൻറ് നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ഫീസ് വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് CPASനകത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ SC ST കാറ്റഗറി റിസർവേഷനുള്ള കുട്ടികൾ, അതുപോലെ നിങ്ങളുടെ നിയർ ബൈ, നിങ്ങളിപ്പം പാലായിൽ SME ഉണ്ട്, കോട്ടയത്തുണ്ട്, കാന്തനാറിലുണ്ട്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ നിങ്ങളുടെ കോളേജ് ലൊക്കേഷനോട് നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷനിൽ താമസിക്കുന്നവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ കാറ്റഗറി റിസർവേഷൻ പല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും CPASൽ അങ്ങനെ തൊട്ടടുത്ത് നിങ്ങൾ താമസിക്കുന്ന റിസേണിങ് പഞ്ചായത്ത് വഴി നിയർ ബൈ ഉള്ള പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ CPASൽ അപ്ലൈ ചെയ്യണം. CPASൽ അപ്ലൈ ചെയ്യാനുള്ള ടൈം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ BPT ഒക്കെ അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വീഡിയോ കാണുന്നത് ഡെഫിനറ്റ്ലി CPAS കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും സേഫ് സോൺ. നിങ്ങൾ LBSനെ മാത്രം ആശ്രയിച്ച് നിൽക്കരുത്. കാര്യം ഏറ്റവും അധികം മാർക്കും കാറ്റഗറി റിസർവേഷനുള്ള, അതുപോലെ തന്നെ ജനറൽ കോട്ടയിലാണെങ്കിലും ഏറ്റവും മാർക്കുള്ളവർക്ക് തന്നെയായിരിക്കും LBS മുഖേന കിട്ടുന്നത്. അപ്പോൾ LBSനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ CPAS മറ്റുള്ള അസോസിയേഷൻ ഓപ്പൺ ആകുമ്പോൾ അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. കുറേ പേരൻസ് ഒന്നും അറിയാത്തതുകൊണ്ടാണ് മെസ്സേജ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം, ഒന്ന് മറുപടി വരുമെന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൗട്ടുണ്ട്, LBS മാത്രം ഞങ്ങൾ ആശ്രയിച്ചാൽ മതിയോ? അല്ല, LBS മാത്രമല്ല, നിലവിൽ CPAS നിങ്ങൾ പോയി കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി CPASൽ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞാൽ മതിയാവും. കമ്പ്യൂട്ടർ സെൻറ്റർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഗൈഡ് ലൈൻ ചെയ്യും. അതിലൂടെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് അവരുടെ ഗാന്ധിനഗറിലെ SMEയുടെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ പോസ്റ്റൽ വഴി നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SC ST കാറ്റഗറികൾക്ക് ഒത്തിരി ഫീസ് ആനുകൂല്യങ്ങളുണ്ട്. മറ്റുള്ള റിസർവേഷനുള്ള കുട്ടികൾക്കും ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ആനുകൂല്യമുള്ള കുട്ടികൾ പ്രത്യേകം നിങ്ങൾ പർട്ടിക്കുലർലി റിസർവേഷൻ ബേസിലുള്ള കാറ്റഗറി പെടുന്ന കുട്ടികളാണെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള കാസ്റ്റിനെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും അതെല്ലാം അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ്, അതിനോട് അവർ പറഞ്ഞ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് തന്നെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട്. ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ കാറ്റഗറി റിസർവേഷനുള്ള കുട്ടികൾ നിങ്ങൾക്ക് പരിചിതമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാര്യം ചിലർക്ക് അറിയില്ല ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ CPAS ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ വിചാരിക്കണം പ്രൈവറ്റ് മാനേജ്മെന്റ് കോട്ടയിലേക്ക് ഉള്ള സീറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. CPASനുണ്ടല്ലോ SME ഗ്രൂപ്പിലെ മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള മാത്രം ആപ്ലിക്കേഷനാണ് ഇപ്പം CPASലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. BPT ഫോക്കസ് ചെയ്യുന്നവരും MLT ഫോക്കസ് ചെയ്യുന്നവരും മെഡിക്കൽ മൈക്രോബയോളജി ഫോക്കസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. അപ്പോൾ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം എന്നോട് സംശയം ചോദിച്ചവർ ക്ലാരിറ്റി ആയെന്ന് വിശ്വസിക്കുന്നു. എനിവേ നഴ്സിംഗ് ബേസ്ഡ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ വരും. മറ്റൊരു വീഡിയോ അപ്ഡേറ്റ് കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.